ഹായ് ഫ്രണ്ട്സ്, മാത്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ബ്രെഡ് കൊണ്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കും. ബ്രെഡ് കൊണ്ട് പിസ്സയുടെ ബേസ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമായി നമുക്ക് ബ്രെഡ് ഇതുപോലെ എടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 പീസ് ബ്രെഡാണ്. 6 പീസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഈ ചെറിയൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലെടുത്ത് ഒഴിക്കുക. തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും അതിലേക്ക് ഇടുക. അതിലേക്ക് 2 ചെറിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ മിക്സ് ആകേണ്ടതാണ്. ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇട്ട് നല്ലതുപോലെ കുതിർത്ത് വെക്കുക ഒരു 15 മിനിറ്റ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സയാണ്. അതിനായിട്ട് ഞാൻ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഉപ്പും കുരുമുളകും ഇട്ട് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തത്. നമ്മുടെ ചിക്കൻ പീസ് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്കാണ് നമ്മൾ പിസ്സയുടെ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റൗവിൽ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബ്രെഡിൻ്റെ മിക്സ് ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഇതുപോലെ പരത്തി വെക്കുക. അതൊരു 15 മിനിറ്റത്തേക്ക് ചെറിയ തീയിൽ അടച്ചു വെക്കുക. ഞാനിവിടെ പിസ്സ പ്രിപ്പയർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ചെഡ്ഡർ ചീസാണ്. ഞാൻ ഈ ചെഡ്ഡർ ചീസ് ഒരു 3 ബ്ലോക്ക് എടുത്തിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണ്. പതിനഞ്ച് മിനിറ്റായി. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത്
ഈ പിസ്സ ബേസ് ഒന്ന് മറിച്ചിടുക. അതിനായിട്ട് വേറൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് പാൻ ഒന്ന് കമത്തുക. എന്നിട്ട് ഈ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണയും ബട്ടറും ഒഴിച്ച് നമ്മൾ ഈ തിരിച്ച് വെച്ചേക്കുന്ന പിസ്സ ബേസ് അതിലോട്ടിട്ട് ഞാൻ ഈ പിസ്സ ബേസിൻ്റെ മുകളിലോട്ട് ഷേഷ്വാൻ ചട്നിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് സോസ് ഒഴിച്ചാലും കുഴപ്പമില്ല. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ ചട്നിയുടെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒണിയൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക, ചെറിയ പീസായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെഡ്ഡർ ചീസും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റേക്ക് ഇത് അടച്ചു വെക്കുക, ചെറിയ തീയിൽ. ഇറ്റാലിയൻ സീസണിങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക മേളിൽ. ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതൊരു 15 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുക. അപ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡിയാകും. നമുക്ക് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. 15 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ പിസ്സ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റി ചീസി പിസ്സ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് പിസ്സ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.